ഞങ്ങൾ ട്രാഫിക് ജാം എന്നൊക്കെ കേട്ടപ്പോൾ അവിടെയും ട്രാഫിക് ജാം എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും അത് എങ്ങനെയാന്ന് പറയാം. ഈ സീസണിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ലൈക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. നേപ്പാൾ ഗവൺമെന്റ് നല്ല ഒരുപാട് പെർമിറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ വെതർ വിൻഡോ ഭയങ്കര സ്മോൾ ആയിരുന്നു. അതായത് നമ്മൾ നോക്കിയപ്പം 18, 19, 14, 18, 19, 22 ഈ 4 ഡേയ്സേ കാണുന്നുള്ളൂ. അപ്പം നമ്മൾ ആദ്യം 14th സബ്മിറ്റ് പുഷ് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു നമ്മുടെ ടീം. പിന്നെ അവർ പറഞ്ഞു അതിൻ്റെ അപ്പുറത്തെ ദിവസം ഇപ്പുറത്തെ ദിവസം ഭയങ്കര മോശം വെതർ, സോ നിങ്ങൾ സഫർ ചെയ്യും, കയറുമ്പോൾ ഇറങ്ങുമ്പോൾ സഫർ ചെയ്യും, മറ്റേ സബ്മിറ്റ് നല്ലതായിരിക്കും പക്ഷെ ബാക്കി സഫർ ചെയ്യും. അപ്പം അങ്ങനെ അത് അബാൻഡൻ ചെയ്തു. പിന്നെ വന്ന നല്ലൊരു സബ്മിറ്റ് വിൻഡോ, വെതർ വിൻഡോ ആണ് 18, 19. അപ്പം എന്ത് ചെയ്തു, നമ്മളെ ബേസ് ക്യാമ്പിലുള്ള എല്ലാവരും അതിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തു. 18, 19 അങ്ങനെ ഒരു 400ഓളം ക്ലയൻസ് ഈ ഒരു ദിവസം 18th സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ക്ലയൻസ് മാത്രമല്ല അതിൻ്റെ കൂടെ അവരുടെ ഗൈഡ്സും. അപ്പോൾ ഒരുപാട് പേരായി. നമ്മളെല്ലാം ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ നിന്നിട്ടാണ് പോകുന്നത്. ഫുൾ ടൈം സ്ലോലിയേ പോകുന്നുള്ളൂ. അതിൻ്റെ കൂടെ ലൈനും കൂടെ ആയപ്പോൾ അത് ആകെ സ്റ്റക്കായി. ഒരു റോപ്പേ ഉള്ളൂ, എല്ലാവരും മുകളിലോട്ടേക്ക് പോകാൻ ഒരു റോപ്പേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ റോപ്പിനോട് അറ്റാച്ച്ഡ് ആണ്. അപ്പം ആരെങ്കിലും ഒരു സ്ലോ ആൾ മുന്നിലുണ്ടെങ്കിൽ ഇത് ഫുൾ ഒരു ഡൊമിനോ എഫക്റ്റ് പോലെ എല്ലാവരും എഫക്റ്റ് ചെയ്യും.